പ്രവാസികളുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കാവുന്ന ആഗോള ഉടമ്പടി ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ നിലവിൽ വരുന്നത് 2018 ഡിസംബർ വരയ്ക്കാണ്. 21 ലക്ഷ്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, 21 ഒബ്ജക്റ്റീവ്സ്. എന്നാൽ ഈ 21 ഒബ്ജക്റ്റീവ്സിൽ പകുതിയോളം ഒബ്ജക്റ്റീവ്സിനോട് ഒത്തുചേരാവുന്ന രീതിയിൽ ഒരു മഹാസമ്മേളനം അതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു വർഷം മുമ്പ് 2015 ജനുവരിയിൽ തന്നെ കേരളത്തിൽ വെച്ചാണ് പ്രധാന ലോകാവസാനം. അതായത് ലോകം ഇത്തരം വലിയൊരു ആശയത്തിന് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അത്തരം ആശയങ്ങൾ ലോകാവസാനം നിലവിൽ വന്നത് ചരിത്രപരമായിട്ട് വളരെയധികം വിശേഷങ്ങളുള്ള ഒരു കാര്യമാണ്. അതിനെ ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടമായിട്ട് തന്നെ വിലയിരുത്തേണ്ടത്. ലോകാവസഭ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണകളിൽ 3 എണ്ണം പങ്കെടുക്കാൻ അവസരം ഉണ്ടാക്കിയവരാണെന്ന് രീതിയിൽ നിരവധി പേര് ഒന്നിച്ചിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഒന്നിച്ചിരുന്നു. ഇത്തവണ 100 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളാണ് തിരിക്കാൻ പോകുന്നത്. ഒരു കൂടുതൽ കീഴിലാണ് ഇരുന്നുകൊണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, പ്രവാസികളെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതൊരു ഒരു സാഹോദര്യം കൂടെ വിളിച്ചോതാണ്. ലോക മലയാളികളുടെ ജനാധിപത്യ വേദി എന്നപ്പോൾ തന്നെ ലോക മലയാളികളുടെ സാഹോദര്യം കൂടെ വിളിച്ചോക്കുന്ന ഒരു മഹാസഭയാണ്. ഏതൊക്കെ രീതിയിലുള്ള ആളുകൾ, സാധാരണ തൊഴിലാളികൾ മുതൽ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകൾ, വിവിധ കഴിവുകൾ നമ്മൾ വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്യുന്നത്. സാധാരണ ഈ പ്രവാസ രംഗത്ത് പണിയെടുക്കുന്ന ആക്ടിവിസ്റ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ മറ്റ് ശാസ്ത്രജ്ഞർ, ബിസിനസ്സുകാരന്മാർ, ഓരോ രാജ്യത്തെയും ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത ശ്രേണികളുള്ളവർ പകർക്കുന്നതായി മഹത്തായ ഒരു സംഭവമാണ് ലോകാവസ്ഥ. എനിക്ക് കഴിഞ്ഞാളൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു തന്നെ വലിയൊരു അവസരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവരും തന്നെ മുഴുവൻ ആളുകളും തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു നെറ്റ്വർക്കിന് സാധ്യമാണ്. കഴിഞ്ഞ അതുമാത്രമല്ല, അത്ര പ്രത്യേക ഘട്ടങ്ങൾ ഒന്നിച്ചിരുന്നുകൊണ്ട് കോവിഡ് കാലത്തുള്ള എല്ലാ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് കോവിഡ് കാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ മറ്റു പല രാജ്യങ്ങളിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ ഈ നെറ്റ്വർക്ക് മുഖേന ബന്ധപ്പെട്ടു കൊണ്ടുവരുന്ന സഹായങ്ങളും പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി സാധിക്കും. ഇന്ന് വലിയൊരു ആശയമാണ് ലോകം കേരള സഭ എന്ന്. ഇതിനെ വില കുറച്ച് കാണാൻ പാടില്ലാത്തതാണ്. കാരണം എല്ലാവരും ഇത് ഒന്നിച്ചാണ്. ഈ വിരുദ്ധത്തിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളത്. പക്ഷെ എല്ലാവരുടെയും അവിടെ വരുമ്പോൾ ഇതിനകത്ത് എല്ലാവരുടെയും നിലപാടുകളും പ്രവാസികളുടെ കാര്യമാണ്. പ്രവാസികൾക്ക് ഇങ്ങനെ കേരളത്തെ സഹായിക്കാമെന്നുള്ളതാണ്. മറിച്ച് കേരളത്തിൽ നിന്ന് എന്തൊക്കെ പ്രവാസികൾക്ക് അവരിൽ നിന്ന് എന്തൊക്കെ ലഭ്യമാക്കാമെന്ന് ചർച്ച ചെയ്തു. അതിന് രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല. 34-36 മണിക്കൂർ യാത്ര ചെയ്ത് 2-3 വിമാനങ്ങൾ കയറി വീട്ടിലാവരെപ്പോഴും എനിക്കറിയാം കരീബിയൊക്കെ വരുന്ന ലോകസഭാക്ക അതേപോലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഒക്കെ തന്നെ. അപ്പോൾ അത്രക്കാരെയൊക്കെ തന്നെ വില കുറച്ച് കാണരുത്. നമ്മൾ വരുന്നത് പ്രവാസികളുടെ ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കേണ്ടതുണ്ട്, ഞങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് എന്ന പേരിലാണ് പ്രവാസികൾ വരുന്നത്. ഏതായാലും 4ാമത്തെ ലോകാവസഭയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു.